Hi students, last day നമ്മൾ സ്പേസ് ലാംഗ്വേജ് വരെ പഠിച്ചു. എന്താണ് പ്രോക്സിമിക്സ്? സ്പേസ് ലാംഗ്വേജിൻ്റെ വേറൊരു ടേം പ്രോക്സിമിക്സ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊക്കെ ടൈപ്സ് അല്ലെങ്കിൽ എന്തൊക്കെ മീഡിയ അല്ലെങ്കിൽ മീഡിയാസ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുക. അതിൽ തന്നെ വേർബൽ, നോൺ വേർബൽ, വേർബലിൽ തന്നെ ഓറൽ, റിട്ടൺ, നോൺ വേർബലിലാണെങ്കിൽ സൈൻ ലാംഗ്വേജ് ആൻഡ് ബോഡി ലാംഗ്വേജ് പറഞ്ഞു. ഈ ബോഡി ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മൾ സ്പേസ് ലാംഗ്വേജും ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ with that the medias are completed. Next we want to study what are the channels of communication. Channels of communication എന്താണ് വെച്ചാൽ മീഡിയ എന്ന് പറയുമ്പോൾ ഏത് മോഡിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി ഏതെല്ലാം രീതികൾ, ഏതൊക്കെ ഫോർമലാണോ ഇൻഫോർമലാണോ, അതാണ് ചാനൽസിൽ വരുന്നത്. സോ ചാനലിൽ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്: ഫോർമൽ കമ്മ്യൂണിക്കേഷൻ വേഴ്സസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇപ്പം ഒരു ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനെങ്ങനെയായിരിക്കണം? ഒരു സിസ്റ്റം വേണം. ഫോർമലാണെങ്കിൽ ഇൻഫോർമലാണെങ്കിൽ അതിലൊരു സിസ്റ്റം ഉണ്ട് അല്ലേ? അതുപോലെ ഒരു ഹൈറാർക്കി ബേസ് ചെയ്തിട്ടുമായിരിക്കും. ഇതെല്ലാം ആണ് ഒരു ഫോർമൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാനലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇവിടുത്തെ പടം കാണുമ്പോൾ അറിയാം ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന്. വൺ സീനിയർ വിൽ ബി demonstrating or saying something in an official manner, others are listening to it അല്ലേ? അതാണ് ഫോർമലിൽ കാണുന്നത്. എന്നാൽ ഇൻഫോർമലിൽ എല്ലാവരും ഒരേപോലെ ഇരുന്ന് ഹാൻഡ് ഷേക്സ് എല്ലാം കൊടുത്ത് ആസ് എ ഫ്രണ്ട്ലി മാനർ ദി ആർ ടോക്കിംഗ്. നോ എവറിബഡി ഈസ് ഹാവിങ് എ പ്ലസൻറ്റ് മൈൻഡ്, അല്ലെങ്കിൽ പ്ലസൻറ്റ് ഫേസിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. അങ്ങനെയുള്ളതിനെ ഒരു ഇൻഫോർമൽ എന്നും, അതല്ലാതെ ഒരു ഫോർമൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് മീറ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. സോ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിങ് എ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ? ഇപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ എപ്പോഴും സെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അയക്കാൻ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട്സ്, റെക്കോർഡ്സ് അതൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് അതെല്ലാം ആയിരിക്കും നമ്മൾ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഹയർ ലെവൽ ഓഫീസർ, ദാറ്റ് ഈസ് എം ഡി ചിലപ്പോൾ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും ഫോർ ദ പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പേഴ്സണൽ മാനേജർ ആൻഡ് ഫിനാൻസ് മാനേജർ ടു ഡിസ്കസ് സം ഓഫ് ദ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദ ഓപ്പറേഷൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ ടു മേക്ക് ദ ഓപ്പറേഷൻസ് മോർ സ്മൂത്ത്, അക്യുറേറ്റ് ആൻഡ് ടൈംലി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടെല്ലാമായിരിക്കും മിക്കവാറും ഇങ്ങനെയുള്ള ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ നമ്മൾ മെറിറ്റ്സ് എന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് വൺ ഇസ് അതോറിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എങ്ങനെയാണ്? നമ്മളുടെ ഒരു ഹയർ ഒഫീഷ്യൽ നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലോവർ ഒഫീഷ്യലിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. സോ ദർ വിൽ ബി ഓൾവേസ് എൻ അതോറിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. എനിക്കതിനുള്ള അതോറിറ്റി ഉണ്ടാവും. അപ്പം ഞാൻ ഏൽപ്പിക്കുന്ന വർക്ക് എനിക്ക് തന്നെ തിരിച്ചു കിട്ടണം, അങ്ങനെയുള്ളൊരു അതോറിറ്റി ബേസ് ഉണ്ടാവും. അതുപോലെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. അവർ ചെയ്യാൻ പോകുന്ന ഒരു വർക്കിന് അവർ അക്കൗണ്ടബിൾ ആയിരിക്കണം അല്ലേ? അക്കൗണ്ടബിൾ മീൻസ് ദേ ഷുഡ് ബി റെസ്പോൺസിബിൾ ഓർ ദേ ഷുഡ് റിപ്പോർട്ട് ഇറ്റ് ടു മീ. അപ്പോൾ അങ്ങനെ ഒരു അതോറിറ്റി അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് റിക്വയർസ് എ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ്, യൂണിഫോമിറ്റി. ഒരേപോലെ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്ക് എത്തണമെങ്കിൽ ഇതുപോലെയുള്ള ഫോർമൽ കമ്മ്യൂണിക്കേഷനിലേ പറ്റത്തുള്ളൂ അല്ലേ? ഒരു മെസ്സേജ് തന്നെയാണ് നമുക്ക് എല്ലാ പ്രൊഡക്ഷൻ മാനേജറിനെയും, മാർക്കറ്റിംഗ് മാനേജറിനെയും, പേഴ്സണൽ മാനേജറിനെയും, ഫിനാൻസ് മാനേജറിനെയൊക്കെ അറിയിക്കണമെങ്കിൽ അതിലെപ്പോഴും ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് നല്ലത്. ഇൻഫോർമൽ ആണെങ്കിൽ പലവരും പല മാറ്റേഴ്സും വിട്ടുപോകും ഇതിനകത്ത്. ഫോർമൽ ആണെങ്കിൽ എവറിബഡി ഗെറ്റിംഗ് ദ ഈക്വൽ communication or same matter will be discussed. തേർഡ് വൺ ഇസ് ഒത്തൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ക്ലിയർ ആയിരിക്കണം, ഒത്തൻറ്റിക് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരിക്കലും അതിലൊരു കൺഫ്യൂഷനോ സത്യമല്ലാതെ ഒന്നുമല്ല, ഫുൾ പ്യുവർ ട്രൂത്ത് ആയിരിക്കും എപ്പോഴും ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ സെൻഡ് ചെയ്യാൻ പറ്റുക. ദെൻ ഇൻറ്റിമേറ്റ് റിലേഷൻ ത്രൂ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മുടെ സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സിനെ ഡെയിലി മീറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഡെയിലി മീറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ നിങ്ങളുടെ വർക്ക് ഇതാണ്, നിങ്ങളുടെ ടാർഗറ്റ് ഇതാണ്, അങ്ങനെ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഫോർമൽ കമ്മ്യൂണിക്കേഷന് സഹായിക്കും. ദെൻ കൺസോൾട്ടേഷനും കുറച്ചുകൂടെ സുഖമായിരിക്കും. ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് വേണ്ട കാര്യങ്ങൾ അതെല്ലാം ഡിസ്കസ് ചെയ്യാനെല്ലാം ദിസ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഹെൽപ്പ്. ദാറ്റ് ഇസ് അതോറിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ക്യാൻ ബി ക്രിയേറ്റഡ്, യൂണിഫോമിറ്റി ഓഫ് മെസ്സേജ് വിൽ ബി ദർ ആൻഡ് ദ മെസ്സേജ് വിൽ ബി ഓൾവേസ് authentic. The intimate relation can be built between the supervisor and the subordinate, and so also the consolidation of the organization and the satisfaction of information. Everything will be possible through formal communication. എന്നാൽ ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷന് കുറേ ദോഷങ്ങളുണ്ട്. ദാറ്റ് ആർ ദ ഡിസഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ, ടൈം കൺസ്യൂം. ഇത് കുറേ സമയം എടുക്കും. ദെൻ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്,
കൂടുതൽ എക്സ്പെൻസീവാണ് നമ്മളൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരു പുറത്തൊരു ഓർഗനൈസേഷനിലൊക്കെ പല ഓർഗനൈസേഷൻ ചേർന്നിട്ടൊരു മീറ്റിംഗ് ആണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടായിരിക്കും അവിടെ നടത്തുന്നത്. സോ ഇറ്റ് ഈസ് ഓൾവേസ് എക്സ്പെൻസീവ്. ദെൻ റെഡ് ടാപ്പിസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുന്നു. സുപ്പീരിയർ സബോർഡിനേറ്റ്സിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ സബോർഡിനേറ്റ്സ് അത് താഴത്തെ ലെവലിലേക്ക് അറിയിക്കണം. പക്ഷെ അവരെവിടെയെങ്കിലും ഒന്ന് മടി കാണിച്ചാൽ ദസ് കമ്മ്യൂണിക്കേഷൻ വിൽ ബ്രേക്ക് ദെയർ. റെഡ് ടാപ്പിസം എന്ന് വെച്ചാൽ നമ്മൾ ചുവന്ന നാടാന്ന് പറയും മലയാളത്തിൽ. ഈ ഗവൺമെൻറ് ഓഫീസിലൊക്കെ പറയുന്നത് നമ്മൾ ഫയൽ ഇങ്ങനെ കെട്ടി വയ്ക്കത്തില്ലേ, ഒരു ചുവന്ന ടാഗ് കൊണ്ട്. അപ്പം അങ്ങനെ കെട്ടിക്കിടക്കും കാര്യങ്ങളൊന്നും ഇൻഫർമേഷൻ പാസ് ചെയ്യാതെ വരുന്നൊരു കാര്യം നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ കാണാറുണ്ട്. ദെൻ ദ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. പിന്നെ ഉള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ചിലപ്പം ഒരു ടോപ്പ് ഒഫീഷ്യൽസിന് അവരുടെ ലോവർ ലെവൽ എംപ്ലോയീസിനോട് ഒരു മടുപ്പുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ ഇതും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ലീഡ് ചെയ്യും. സോ ദീസ് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹാവിങ് ആ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നല്ലതാണ് ഇൻ ദ സെൻസ് സംടൈംസ് ഇറ്റ് ബിക്കംസ് മോർ ബാഡ്. അതാണ് ഇവിടെ പറഞ്ഞ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട്. ഇനിയുള്ള സെക്കൻഡ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മളുടെ നോർമൽ ഹയർ ടു ലോവർ ലെവൽ എന്ന രീതിയിലല്ലാതെ എല്ലാ രീതിയിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരു ഓർഗനൈസേഷനുള്ളിൽ എല്ലാ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനായിട്ട് പറയാം. അതെപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പായിട്ട്, ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് എല്ലാ ഓർഗനൈസേഷനിലെ ആൾക്കാർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പും ഒരു ഫാദർലി മദർലി ലൈക്ക് റിലേഷൻ ക്രിയേറ്റ് ആവും. അപ്പോൾ അങ്ങനെയുള്ള സോഷ്യൽ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുണ്ടാവുന്ന കമ്മ്യൂണിക്കേഷനെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. എല്ലാവർക്കും ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ചിലപ്പോൾ എനിക്ക് ചില ആൾക്കാരോട് ഇഷ്ടമായിരിക്കും, ചിലർക്കോട് ഇഷ്ടമുണ്ടാവില്ല. സോ ഇഷ്ടമുള്ള ആൾക്കാരോട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുക അല്ലേ. അങ്ങനെയുള്ളത് ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനായിട്ട് വരും. സോ ഇറ്റ് ഈസ് ആൻ അൺഒഫീഷ്യൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. മറ്റേതൊരു ഒഫീഷ്യൽ ചാനലായിരുന്നു ഫോർമൽ. ദിസ് ഈസ് അൺഒഫീഷ്യൽ. ഇത് ഹയറാക്കി ബേസ് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല. ഒരിക്കലും ഹയർ ലെവൽ ഒഫീഷ്യൽ വർക്ക് ലെവലുമായിട്ട് ഇൻഫോർമൽ നടത്താൻ പാടില്ല, അങ്ങനെയില്ല. ബിക്കോസ് നമുക്ക് ആരാണോ ഫ്രണ്ട്ലി ആയി തോന്നുന്നത് വി ക്യാൻ ഡിസ്കസ് ദ മാറ്റേഴ്സ്. ഓക്കെ, സോ ദിറ്റ് ഈസ് ബിയോണ്ട് ഓർഗനൈസേഷൻ ഹയറാക്കി ആൻഡ് ഇറ്റ് ഈസ് നോട്ട് കൺട്രോൾഡ് ബൈ എനി ഓഫ് ദി എക്സിക്യൂട്ടീവ്സ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എങ്ങനെയാണ്, ഒരു എക്സിക്യൂട്ടീവ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ തന്നെയായിരിക്കും ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും കൺട്രോൾ ചെയ്യുന്നത്. അവിടെ റൂൾസോ റെഗുലേഷൻസോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് ഭയങ്കര സ്പീഡായിരിക്കും. നമ്മൾ ഈ ഗോസിപ്സ് ആണ് കൂടുതൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വരാറുള്ളത്. ഭയങ്കര സ്പീഡി ആയിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും, ക്യാൻ മൂവ് ഇൻ എനി ഡയറക്ഷൻ, എങ്ങനെ വേണമെങ്കിലും സെൻഡ് ചെയ്ത് പോവാം. ആൻഡ് സോ ഇറ്റ് ഇസ് നോൺ ആസ് ഗ്രേപ്പ് വൈൻ. നമ്മൾ ഗ്രേപ്പിൻ്റെ വൈൻ കണ്ടിട്ടില്ലേ, ഗ്രേപ്പ് വൈൻ. മുന്തിരിക്കൊലയുടെ മുന്തിരിവള്ളികളില്ലേ, മുന്തിരിവള്ളികൾ എപ്പോഴും ഇങ്ങനെ ചുറ്റിയാണ് കിടക്കുന്നത്. അവർ തമ്മിലൊരു ഫോർമൽ റിലേഷൻ അങ്ങനെ ഒരു രീതിയിലേ വളരുള്ളൂ, അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിനെയും ചുറ്റിപ്പിടിക്കും. അതേപോലെ തന്നെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി അതർവൈസ് കോൾഡ് ആസ് ഗ്രേപ്പ് വൈൻ. സോ ഇങ്ങനെയുള്ള ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായി വരുന്നത്, ഫോർമൽ കമ്മ്യൂണിക്കേഷനേക്കാളും ഇൻഫോർമൽ എങ്ങനെ ഉണ്ടായി വരും? ദറ്റ് ഈസ് ദ ലാക്ക് ഓഫ് സെൻസ് ഓഫ് ഡയറക്ഷൻ. ആരോട് എന്ത് പറയണം എന്നുള്ളൊരു ഐഡിയ നമുക്കില്ലെങ്കിൽ വി വിൽ. പിന്നെ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഓൺ ദ പാർട്ട് ഓഫ് എംപ്ലോയീസിന് സ്വന്തമായിട്ടൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ അവരൊരു അൺസേർട്ടൻ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൊണ്ടായിരിക്കും എപ്പോഴും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹയറാക്കി ബേസ് ചെയ്തായിട്ടായിരിക്കും, ഇൻഫോർമൽ ഒരു ഹയറാക്കി ബേസ് ചെയ്തല്ല. ഇതിന് കുറച്ച് ടൈപ്സ് ഉണ്ട്. ദ ടൈപ്സ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഓർ ദ ഗ്രേപ്പ് വൈൻ. ഗ്രേപ്പ് വൈൻ എന്ന് കേട്ടാലും ഓർക്കേണ്ടത് ഇൻഫോർമൽ ആണ് എന്നതാണ് കേട്ടോ. ഇതിൽ 4 ടൈപ്പാണ് പറഞ്ഞിരിക്കുന്നത്. സിംഗിൾ സ്റ്റാൻഡ് ഓർ ചെയിൻ ടൈപ്പ്, ദെൻ ഗോസിപ്പ്, probability and cluster. These are the 4 types of informal communication or grapevine. സിംഗിൾ സ്ട്രാൻഡ് ഇവിടെ ഒരു പടം കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയിൻ. എങ്ങനെയാണ്? എ നിന്ന് ബിയിലേക്ക്, ബി നിന്ന് സിയിലേക്ക്, സി നിന്ന് ഡിയിലേക്ക് ടു ഐ. ഇറ്റ് ഈസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സോ എ ടെൽസ് സംതിങ് ടു ബി, ഹു ടെൽസ് ടു സി ആൻഡ് സോ ഓൺ. അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒരു മെസ്സേജ് ഒരു സീക്വൻസിൽ മാത്രം പോകുന്നു, ഒരു സിംഗിൾ സ്റ്റാൻഡിൽ പോകുന്നു. ദാറ്റ് ഇസ് കോൾഡ് ദ സിംഗിൾ സ്റ്റാൻഡ് ഓർ ചെയിൻ. സെക്കൻഡ് ടൈപ്പ് ഇസ് ദ ഗോസിപ്പ്. ഗോസിപ്പ് എങ്ങനെയാണ്? ഒരാളിൽ നിന്ന് പലരിലേക്ക്, ബിയിലേക്ക്, സിയിലേക്ക്, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ. So one person tells to everyone the information he has obtained. അയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ എല്ലാവരിലേക്ക് എത്തിക്കുന്നു. A tells to everybody. Then third type is probability. Probability means a person tells the message to other person randomly. റാൻഡംലി ആയിരിക്കും കൊടുക്കുന്നത്, എല്ലാവരിലേക്കും കൊടുക്കുന്നില്ല അല്ലേ. ഇവിടെ
എഫിനോടും ഡിയോടും മാത്രമേ പറയുന്നുള്ളൂ. ബിയോട് ആരും പറയുന്നില്ല, ഐയോട് ആരും പറയുന്നില്ല, ജെയോട് ആരും പറയുന്നില്ല. എഫ് ആണെങ്കിൽ കെ ജെ ജിയോട് പറയുന്നു, ഡി സേ ടു എച്ച് ആൻഡ് എക്സ്. അങ്ങനെ പ്രോബബിലിറ്റി ബേസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും അറിയുന്നില്ല, പക്ഷേ റാൻഡംലി സെലക്റ്റഡ് ആയ കുറച്ച് ആൾക്കാരിലേക്ക് അറിയിക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് ക്ലസ്റ്റർ. Cluster means a person tells something to a few selected person and some of these person inform a few other selected person. അപ്പം ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എ സിയോടും ഡിയോടും പറഞ്ഞു, സിയോടും ഡിയോടും എഫിനോടും പറഞ്ഞു, എഫ് ബിയോടും ഐയോടും ബി ജെയോടും മാത്രം. അപ്പം നമ്മൾ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്ത, എ സെലക്ട് ചെയ്ത ആകെ 3 പേരിലേക്ക്, അവർ പിന്നെ അടുത്തുള്ള എഫ് സെലക്ട് ചെയ്ത് വേറെ 2 പേരിലേക്ക്, അങ്ങനെ സെൻഡ് ചെയ്ത് പോകുന്നതിനെ ക്ലസ്റ്റർ എന്ന് പറയും. അപ്പോൾ ടോട്ടലി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എത്ര ടൈപ്പ് ഉണ്ട്? 4 ടൈപ്സ് ആദ്യ ചെയിൻ, ഗോസിപ്പ്, പ്രോബബിലിറ്റി ആൻഡ് ക്ലസ്റ്റർ. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു ഒരു ഇൻഫോർമൽ എപ്പോഴും സ്പീഡിയാണ്. പിന്നെ മൾട്ടി ഡയറക്ഷണൽ, ഇപ്പോൾ ഈ ഡയഗ്രം കാണുമ്പോൾ പറയാം, മൾട്ടി ഡയറക്ഷണൽ, എല്ലാ ഫ്ലോ ഒരു റൂൾസ് റെഗുലേഷൻ അനുസരിച്ചൊന്നുമല്ല, പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്ത് പോകും. പിന്നെ ഫീഡ്ബാക്ക് കൂടുതൽ കിട്ടും. പക്ഷേ ടോപ്പ് മാനേജറിന് പെട്ടെന്ന് അവരുടെ പോളിസീസിനെ പറ്റി, ഇപ്പം ടോപ്പ് മാനേജർ ഒരു പോളിസി എടുത്തു, അത് ഇൻഫോർമലിലൂടെയാണ് സെൻഡ് ചെയ്യണമെങ്കിൽ ലോവർ ലെവൽ എംപ്ലോയീസ് വരെ അറിയും ഈ കാര്യത്തിനെ പറ്റി. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്കും ടോപ്പ് മാനേജറിന് കിട്ടാൻ സുഖമായിരിക്കും, ഫാസ്റ്റ് ഫീഡ്ബാക്ക്. ദെൻ സപ്പോർട്ട് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇച്ചിരി സ്ലോ ആണ്, പതുക്കെ ആൾക്കാരിലേക്ക് സെൻഡ് ചെയ്ത് പോകണം. അതിൻ്റെ ഇടയിൽ റെഡ് ടാപ്പിസം വല്ലതും വന്നാൽ അതവിടെ വെച്ച് ബ്ലോക്കാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഇൻഫോർമലും കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസിയാണ്. ദെൻ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ. എപ്പോഴും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എംപ്ലോയീസിനൊരു മനസ്സിനൊരു സന്തോഷം തരും. ബിക്കോസ് ഇഫ് ദേ ആർ ഡിസ്കസിങ്, ഇഫ് അവർ കൊളീഗ്സ് ആർ ഡിസ്കസിങ് ദ മാറ്റേഴ്സ് വിത്ത് അസ്, വി വിൽ ബി ഹാപ്പി അല്ലേ? അവരുടെ ഓർഗനൈസേഷൻ്റെ കാര്യം, അവരറിഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ വി ബിക്കം ഹാപ്പി. അപ്പോൾ ആ ഓർഗനൈസേഷൻ നിലനിൽക്കാൻ നമുക്ക് കുറച്ചുകൂടെ ഒരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യും ഫോർ ദ എംപ്ലോയീസ്. സോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിങ് എ informal communication. എന്നാൽ ഇതിന് കുറേ കുഴപ്പങ്ങളും ഉണ്ട്. ദാറ്റ് ഈസ് ദ ഡീമെറിറ്റ്സ് ഓർ ദ ഡിസഡ്വാൻറ്റേജസ്. സംടൈംസ് ഇറ്റ് മേ ബി മിസ്ലീഡിങ്. ചിലപ്പോൾ നമ്മൾ ശരിക്കുമുള്ള കാര്യങ്ങളായിരിക്കില്ല സെൻഡ് ചെയ്ത് വരുമ്പോഴേക്കും, അല്ലെങ്കിൽ പറഞ്ഞു വരുമ്പോൾ തെറ്റായി വരാം. ഇപ്പോൾ ഫോൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് ഒക്കെ ആയിരിക്കും നമുക്ക് അറിയുന്നത്. മിസ്ലീഡ് ചെയ്യാനൊരു ചാൻസ് ഉണ്ട്. സെക്കൻഡ്, ഡിസ്റ്റോഷൻസ്. ഓരോ ആൾക്കാർ കുറച്ച് അവരുടെ വകയും കൂടെ കൂട്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അറിയിക്കുന്നത് അല്ലേ? ചിലപ്പോൾ കുറച്ച് കാര്യം കുറയ്ക്കും, കുറച്ച് കളറൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രീതിയിൽ ആ മെസ്സേജിനെ മാറ്റും, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അയാളുടെ വിംസ് ആൻഡ് വിഷസിനനുസരിച്ച്. അങ്ങനെ ഡിസ്റ്റോർട്ടഡ് ആവും മെസ്സേജ്. ദെൻ നോ റെസ്പോൺസിബിലിറ്റി. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഇങ്ങനൊരു കാര്യം അറിഞ്ഞു, അത് മോശമായിട്ടായിരിക്കും ചിലപ്പോൾ അറിഞ്ഞു വരണം. അത് ആരിലേക്ക് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇയാളാണ് ഇങ്ങനെ പറഞ്ഞ്, അപ്പോൾ അയാൾ പറയും അടുത്ത ആളാണ്. സോ വി കാൺ ഹാവ് എനി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദ പ്രോബ്ലം. ഒരു പ്രോബ്ലം ക്രിയേറ്റഡ് ആയാൽ അത് ആരെ റെസ്പോൺസിബിൾ ആക്കണമെന്ന് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ പറയാൻ പറ്റത്തില്ല. ദെൻ സ്പോയിൽ ഇമേജ്. കമ്പനിയുടെ തന്നെ ഇമേജ് ചിലപ്പോൾ നഷ്ടമാകാം. ഒരു എംപ്ലോയിനെ പറ്റിയിട്ടൊരു മോശം കാര്യമാണ് പറയുന്നതെങ്കിൽ അത് ആ ഓർഗനൈസേഷൻ മുഴുവൻ പരക്കും, ആൻഡ് ഓൾസോ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ ഇറ്റ് മേ ഗോ. സോ ഇറ്റ് മേ ക്രിയേറ്റ് a spoiled image for the organization itself. So these are the disadvantages of having informal organization. കുറേ ഗുണങ്ങളുണ്ട്. സ്പീഡാണ്, അതേപോലെ എന്താ മൾട്ടി ഡയറക്ഷൻ ആണ്, ഫീഡ്ബാക്ക് പെട്ടെന്ന് കിട്ടും, സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷനും ഉണ്ട്. പക്ഷേ ഇതൊക്കെ കൊണ്ട് തന്നെ കുറേ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഡിസ്റ്റോർട്ടഡ് ആകാം മെസ്സേജ്, ഇമേജ് തന്നെ പോവാം നമ്മുടെ കമ്പനിയുടെ, അങ്ങനെ കുറേ കുഴപ്പങ്ങളും ഉണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ എഫക്റ്റീവ് ആക്കാം, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ആക്കാൻ പറ്റും? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഹെൽത്തി എൻവയോൺമെൻ്റ് ആണ്. ബിസിനസ് ഒരു പേഴ്സണൽ ടോക്കിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്തി എൻവയോൺമെൻ്റ് ആണ് ഗ്രേപ്പ് വൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഗ്രേപ്പ് വൈനിലൂടെ എപ്പോഴും നമ്മൾ പറഞ്ഞൊരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അതേപോലെ ഗ്രൂപ്പ് ആക്ടിവിറ്റി കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആവും. ഇപ്പോൾ ഒരു ഗ്രൂപ്പിലുള്ളവരെല്ലാം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ എഫക്റ്റീവ്, കുറച്ചുകൂടി നല്ലതായിരിക്കും ആ ഗ്രൂപ്പ്. പിന്നെ ഏതാണ് ലീഡേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇൻഫോർമലിൽ സംഭവിക്കും. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നതാണ്, അപ്പോൾ ചിലർ ഇതിനകത്ത് ഇനീഷ്യേറ്റീവ് എടുക്കും. സോ ദേ വിൽ ബി ദ ലീഡേഴ്സ്. സോ ടു ഐഡൻറ്റിഫൈ ദ ലീഡേഴ്സ് ദിസ് ഗ്രേപ്പ് വൈൻ ക്യാൻ ബി യൂസ്ഡ്. ദെൻ ഇറ്റ് ക്യാൻ റെഡ്യൂസ് റൂമേഴ്സ് കുറച്ച് നോക്കുക, കുറയ്ക്കാൻ ശ്രമിക്കണം ഇൻ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിനും ഇത് കാരണമാകും. പിന്നെ ഇപ്പോൾ റൂമേഴ്സ് പരക്കുകയാണെങ്കിൽ ഇതിനെപ്പറ്റി ഫീഡ്ബാക്ക് പെട്ടെന്ന് നമ്മുടെ എംപ്ലോയീസിന് അല്ലെങ്കിൽ നമ്മുടെ ഹെഡിനൊക്കെ കിട്ടും. സോ ദേ ക്യാൻ ടേക്ക് റെമഡിയൽ മെഷേഴ്സ് ആസ് സൂൺ ആസ് പോസിബിൾ. സോ ദീസ് ആർ ദി എഫക്റ്റീവ് യൂസസ് ഓഫ് എ ഗ്രേപ്പ് വൈൻ. അപ്പോൾ ഗ്രേപ്പ് വൈൻ നല്ലതുമാണ് മോശമാണ്, അത് എങ്ങനെ എഫക്റ്റീവ് യൂസ് ആക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞ ഇൻഫോർമൽ ആൻഡ് ഫോർമലിൻ്റെ
രണ്ട് ഡിഫറൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ദ ഫസ്റ്റ് വൺ ഇസ് ഫോമൽ ഇസ് ക്രിയേറ്റഡ് ബൈ ദ മാനേജ്മെൻറ്റ് ആണ് ഫോമൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, വൈൽ ഇൻഫോർമൽ വിൽ ബി ക്രിയേറ്റഡ് ബൈ ദി എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ ഇറ്റ് സെൽഫ്. സെക്കൻഡ്, ഫോമൽ ഇസ് ഓൾവേസ് എ ഒഫീഷ്യൽ ചാനൽ വൈൽ ഇൻഫോർമൽ ഇസ് an unofficial channel of communication. Then the formal is used to achieve the organization objective. Organization needs satisfy ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എപ്പോഴും ഫോമൽ വർക്ക് ചെയ്യുന്നത്, വൈൽ ഇൻഫോർമൽ വിൽ ബി ഫോർ ദ പേഴ്സണൽ നീഡ്സ്, നമ്മുടെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടായിരിക്കും. ഫോമൽ എപ്പോഴും സ്ലോ ആണ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഫാസ്റ്റ്. ഫോമൽ വിൽ ബി മോസ്റ്റ്ലി ആക്യുറേറ്റ് ഇൻഫർമേഷൻ വൈൽ ഇൻഫോർമൽ വിൽ ബി ഓൾവേസ് റൂമേഴ്സ് ആൻഡ് ഗോസിപ്സ്. ഗോസിപ്പ് ആയിട്ടായിരിക്കും ഇൻഫോർമൽ സെൻഡ് ആകുന്നത്. Formal communication can be either the oral type or a written type, while informal is always in an oral type. Informal ഒരിക്കലും ആരും എഴുതിയല്ല കഴിക്കുന്നത് അല്ലേ, ഓറൽ ആയിരിക്കും. അതുപോലെ ഫോമലിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചായിരിക്കും ഫോമൽ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് പോകുന്നത്, ബട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ നോട്ട് റിക്വയർഡ് ഇൻ കേസ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇപ്പോൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു ഇത് റൂമേഴ്സോ ഗോസിപ്സോ ആയിരിക്കും. റൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫോൾസ് മെസ്സേജ്, ആർക്കെങ്കിലും തോന്നിയ ഒരു കാര്യത്തിനെ പറ്റി ഒരു ഫോൾസ് മെസ്സേജ് സെൻഡ് ചെയ്യാണ്, അത് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റൂമേഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ ഫോൾസ് മെസ്സേജ് സ്ട്രക്ചേർഡ് ഓൺ എ ബേസ്ലെസ് അസംഷൻ ഓറലി സ്പ്രെഡ് അമംഗ് ദ മെമ്പേഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഓറലി ആയിരിക്കും അത് മെമ്പേഴ്സിൻ്റെ ഉള്ളിൽ പോകുന്നത്, പക്ഷേ ഫോൾസ് ഇൻഫർമേഷൻ ആയിരിക്കും, ഒരു അടിസ്ഥാനം ഇല്ലാത്ത ഒരു അസംഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ ഇറ്റ് ഈസ് എ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് എ ഒത്തൻറ്റിക് എവിഡൻസ്. ഒരു എവിഡൻസ് ഇല്ലാതെ ഒരാളിൽ നിന്ന് വേറെ ആളിലേക്ക് സെൻഡ് ചെയ്ത് പോകുന്നു. അപ്പം ഒരു ഇഷ്ടപ്പെട്ട ആൾക്കാർ അവന് കുറച്ച് ആഡ് ചെയ്യാം, കുറച്ച് കുറയ്ക്കുക, അങ്ങനെയെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ റൂമേഴ്സ് എന്ന് പറയുന്നത്. റൂമേഴ്സ് എപ്പോഴും മോശമാണ് ഒരു ഓർഗനൈസേഷൻ, എപ്പോഴും ഒരു ഓർഗനൈസേഷൻ ഇമേജ് നഷ്ടപ്പെടുത്തുന്നതായിരിക്കും. ആൻഡ് ഓൾവേസ് ഇറ്റ് ക്രിയേറ്റ്സ് എ പാനിക് അമംഗ് ദ എംപ്ലോയീസ് എപ്പോഴും പാനിക് ആയിരിക്കും, ഇങ്ങനെ റൂമർ കേൾക്കും എന്നൊരു പേടി. സോ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് അവോയ്ഡഡ് ടു ബി റിപ്പീറ്റഡ്. എപ്പോഴെങ്കിലും ഒരു റൂമർ റിപ്പീറ്റായി വരികയാണെങ്കിൽ പീപ്പിൾ അതങ്ങ് വിശ്വസിക്കും. അപ്പോൾ അങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അതെപ്പോഴും എൻഡ് ചെയ്തിരിക്കണം. അത് യൂണിയൻ ലീഡേഴ്സും അതുപോലെ ലീഡർഷിപ്പ് എടുത്തിട്ടായിരിക്കണം ആരെങ്കിലും അത് ഒഴിവാക്കാൻ. ഇങ്ങനെ റൂമേഴ്സ് എപ്പോഴും ഓർഗനൈസേഷന് നഷ്ടമായിരിക്കും. അപ്പോൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന് കുറേ ഗുണങ്ങളുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാ ഓർഗനൈസേഷനും അതിനെ പ്രൊമോട്ട് ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള റൂമേഴ്സ് എന്ന രീതിയിൽ അത് സെൻഡ് ആവുമ്പോൾ ഇറ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇനിയുള്ളത് വാട്ട് ആർ ദി ഡയറക്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞ എന്താ, ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഫോർമൽ ഇൻഫോർമൽ. ഇനി ഡയറക്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ ആണെങ്കിലും ഇൻഫോർമൽ ആണെങ്കിലും അതൊരു മോഡിലാണ് ഫ്ലോ ചെയ്യുന്നത്. മെയിൻലി ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഫോമിലായിരിക്കും പോകുന്നത്, ഒരു ഫ്ലോ ഉണ്ടാവും. ആ ഫ്ലോ പല രീതിയിലുണ്ട്, 4 രീതി പറയുന്നുണ്ട്. ഡൗൺവേർഡ്, അപ്വേർഡ്, ഹൊറിസോണ്ടൽ ഓർ ലാറ്ററൽ, ഡയഗണൽ ഓർ ക്രോസ് വൈസ്. ഒന്നെങ്കിൽ ഡൗൺവേർഡ് ആകാം, അല്ലെങ്കിൽ അപ്വേർഡ് ആകാം, ഹൊറിസോണ്ടൽ ആകാം, ഡയഗണൽ ഓർ ക്രോസ് വൈസ് ആകാം. ഡൗൺവേർഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ടോപ്പ് മാനേജ്മെൻറ്റ്, ഇവിടുത്തെ ഡയഗ്രാം കാണുമ്പോൾ അറിയാം, ടോപ്പ് മാനേജ്മെൻറ്റ് ഒരാൾ അയാളിൽ നിന്ന് മാനേജർ ലെവൽസിലേക്ക് പോയി അവിടുന്ന് സൂപ്പർവൈസർ ലെവലിലേക്ക്. So this is downward flow of communication. While upward will be from the workers to the supervisors to the main manager. അപ്പോൾ ഇങ്ങനെ ഡൗൺവേർഡും ആകാം, അതുപോലെ അപ്വേർഡും ആകാം. സോ ഡൗൺവേർഡ് is otherwise known as vertical communication. ഈ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴായിരിക്കും ആവശ്യം വരുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കണം നമ്മുടെ വർക്ക് ലെവലിനെ കൊണ്ട്, അല്ലെങ്കിൽ അവരോടിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കണം, അവരോട് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്തെങ്കിലും കാര്യങ്ങൾ അവരെ അറിയിക്കണം. ഇനി സബോർഡിനേറ്റ്സിനെ നമുക്ക് അപ്രൈസ് ചെയ്യണം, അവരുടെ പെർഫോമൻസിനെ അപ്രൈസ് ചെയ്യണം, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഫങ്ഷൻസ് അവരെ അറിയിച്ചു കൊടുക്കണം, മോട്ടിവേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുക. കൂടുതലും ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഓർഡേഴ്സ്, ഇൻസ്ട്രക്ഷൻസ്, പോളിസി സ്റ്റേറ്റ്മെൻറ്റ്, നോട്ടീസ്, സർക്കുലർ, ജോബ് ഷീറ്റ്സ് ആൻഡ് എംപ്ലോയീസ് ഹാൻഡ് ബുക്ക്. ഇതെല്ലാം ഒരു ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ മെയിൻ മോഡ്സ് ആണ്. മോഡ്സ് ഓഫ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഓർഡർ, സർക്കുലർ. നമ്മൾ സർക്കുലറൊക്കെ എങ്ങനെയാണ്, ഹയർ ഒഫീഷ്യൽ താഴത്തെ ഒഫീഷ്യൽസിലേക്ക് അല്ലെങ്കിൽ താഴത്തെ വർക്കേഴ്സിലേക്ക് കൊടുക്കുന്നു. അതുപോലെ ജോബ് ഷീറ്റ്സ്, വാട്ട് ആർ ദ വർക്ക്സ് ടു ബി ഡൺ, ദെൻ അബൌട്ട് ദി എംപ്ലോയി ഹാൻഡ് ബുക്ക്, നോട്ടീസസ്, ഇതെല്ലാം പോകുന്നത് ഒരു ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനാണ്. ഇനി ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഇതുപോലെയാണെങ്കിൽ അപ്വേർഡ് അപ്പോൾ എന്തായിരിക്കും, തിരിച്ചു പോകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. ലൈക്ക് ഫീഡ്ബാക്ക് എപ്പോഴും എവിടെ നിന്നാണ്,
ഫീഡ്ബാക്ക് എപ്പോഴും എങ്ങനെയായിരിക്കും ലോവർ ലെവൽസ് ഓഫ് എംപ്ലോയീസിൽ നിന്ന് മുകളിലോട്ടായിരിക്കും. അപ്പോൾ ഇതെപ്പോഴും റിവേഴ്സ് ഫോം ഓഫ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഫീഡ്ബാക്ക്, ദെൻ സജഷൻസ്, കംപ്ലയിൻറ്റ്സ്, ഗ്രീവൻസസ്, ഒപ്പീനിയൻസ് ആൻഡ് ഇന്നോവേറ്റീവ് ഐഡിയാസ്, ഇതൊക്കെയാണ് നമ്മൾ അപ്വേർഡ് കമ്മ്യൂണിക്കേഷനിലെ മോഡ്സ്. ഫീഡ്ബാക്ക്, സജഷൻ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ. കംപ്ലയിൻസ് ഉണ്ട്, ഹയർ ഒഫീഷ്യലിലേക്കായിരിക്കും പോകുന്നത്. ഗ്രീവൻസസും ഹയർ ഒഫീഷ്യൽസിലേക്കായിരിക്കും ലോവർ ഒഫീഷ്യൽസിൽ നിന്ന് പോകുന്നത്. ദെൻ ഒപ്പീനിയൻസ് ആൻഡ് ഇന്നോവേറ്റീവ് ഐഡിയാസ്, പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതെല്ലാം. ഓക്കെ, സോ ദീസ് ആർ ദി ടു ടൈപ്സ് ഓർ ദ ടു ഡയറക്ഷൻസ്, ഫസ്റ്റ് ടു ഡയറക്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇനി ഒരു ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ നല്ലതാണോ മോശമാണോ? ചില കേസിൽ നല്ലതാണ്, ചില കേസിൽ മോശമാണ്. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ? ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് എക്സ്പ്ലെയിൻ ദ ഓർഗനൈസേഷൻ്റെ പോളിസി, പ്ലാൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇതിലൂടെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഓർഗനൈസേഷൻ്റെ പ്ലാൻ എന്താ, പോളിസി എന്താ, പ്രോഗ്രാംസ് എന്താ, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ മാനേജ്മെൻറ്റ് എന്താണ് സബോർഡിനേറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, വാട്ട് ആർ ദി എക്സ്പെക്ടേഷൻസ് ഓഫ് ദ മാനേജ്മെൻറ്റ്. ദെൻ ഹൗ ടു കൺട്രോൾ, ഇറ്റ് ഇസ് എ മീൻസ് ടു കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇതെല്ലാം നമുക്ക് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. എന്നാൽ ഇതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാ കേസിലും ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ നല്ലതല്ല, ബിക്കോസ് ഇറ്റ് ഇസ് ടൈം കൺസ്യൂമിങ്, കൂടുതൽ സമയം എടുക്കും. അതുപോലെ ഇറ്റ് ഗെറ്റ് ഡിസ്റ്റോർഡ് ഓർ ഡൈല്യൂട്ട് ഓൺ ദ വേ ടു ദ ലോവർ ലെവൽസ്. ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് മെസ്സേജസ് ലോസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ സ്പോയിൽ ദ എംപ്ലോയർ റിലേഷൻ. ചില കേസിൽ എംപ്ലോയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യും. വാല്യുബിൾ ഇൻഫർമേഷൻ പലതും പറയാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ബ്രേക്ക് ആകും. അതേപോലെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനും ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷന് ഗുണങ്ങൾ പറഞ്ഞു, അതുപോലെ ദോഷങ്ങളുമാണ് ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലോവർ ലെവൽസ് ഓഫ് എംപ്ലോയീസിൽ നിന്ന് മുകളിലോട്ട് ഹയർ ലെവൽ ഓഫ് ഒഫീഷ്യൽസിലേക്ക് പോകുന്ന കമ്മ്യൂണിക്കേഷൻ. റിവേഴ്സ് ഫോം, ഫീഡ്ബാക്ക്, സജഷൻസ്, കംപ്ലയിൻറ്റ്സ്, ഗ്രീവൻസ്, ഒപ്പീനിയൻസ് ആൻഡ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. അപ്പോൾ ഇതിനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് പറഞ്ഞിരിക്കുക. എങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക, സജഷൻസ് കളക്ട് ചെയ്യുക, കംപ്ലയിൻറ്റ്സ് എടുക്കുക, ഇതുള്ളതാണ്. ഫസ്റ്റ് മോഡാണ് ഓപ്പൺ ഡോർ പോളിസി. ഫസ്റ്റ് ഓപ്പൺ ഡോർ പോളിസി, ദെൻ പീരിയോഡിക്കൽ മീറ്റിംഗ്, സജഷൻസ് ബോക്സ് ആൻഡ് ഇൻഫോർമൽ ഗാദറിംഗ്. ദീസ് ആർ ദ മെത്തേഡ്സ് ഓഫ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. അതിലെ ഓപ്പൺ ഡോർ പോളിസി, ഓപ്പൺ ഡോർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലോവർ ലെവൽ എംപ്ലോയീസിന് എപ്പോൾ വേണമെങ്കിലും മാനേജേഴ്സിൻ്റെ ഓഫീസിൽ പോയി മീറ്റ് ചെയ്ത് അവരുടെ പ്രോബ്ലംസും ഗ്രീവൻസസും സജഷൻസ് എല്ലാം കൊടുക്കാനുള്ളൊരു അവസരം. ഡോർ എപ്പോഴും ഓപ്പൺ ആണെന്ന് പറയത്തില്ലേ മാനേജേഴ്സ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വാതിൽ എപ്പോഴും തുറന്ന് കിടക്കുകയാണ്. ബിക്കോസ് എവറി ടൈം ദ എംപ്ലോയീസ് ക്യാൻ സീ ദ മാനേജേഴ്സ് അറ്റ് ദെയർ ഡെസ്ക് ആൻഡ് discuss their problems or grievances. That is the first method. Second, through the periodic meetings. ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യും സ്റ്റാഫ് മെമ്പേഴ്സ്. അപ്പോൾ ആ സമയത്ത് എന്താ സജഷൻസും ഇന്നോവേറ്റീവ് ഐഡിയാസൊക്കെ സബോർഡിനേറ്റ്സിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യാം. ദാറ്റ് ഇസ് അനദർ വേ ഓഫ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ദെൻ സജഷൻ ബോക്സ് ഉണ്ടാവും. പല ഓഫീസുകളിലും നമ്മൾ കാണുന്നതാണ് സജഷൻ ബോക്സ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, എന്തെങ്കിലും മാറ്ററിനെ പറ്റി അതിടാം, കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അതിടാം. ബിക്കോസ് ഇറ്റ് വിൽ ബി ഓപ്പൺഡ് ആൻഡ് ദ സൊല്യൂഷൻ വിൽ ബി ടേക്കൺ ബൈ ദി എംപ്ലോയീസ്. ആരാണ് കൊടുത്തതെന്നൊന്നും അറിയാതെ തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊരു വേ ആണ്. ദിസ് ഇസ് ആൻ അപ്വേർഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ഇൻഫോർമൽ ഗ്യാതറിങ്സ്, ചില പാർട്ടീസ്, പിക്നിക്സ് എല്ലാം അറേഞ്ച് ചെയ്യും. അപ്പോൾ ആ സമയത്ത് മാനേജേഴ്സിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയനൊക്കെ പതുക്കെ മാനേജേഴ്സ് ചോദിച്ച് അറിയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫോർമൽ ഗ്യാതറിങ്സും നമുക്ക് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. സോ ദീസ് ആർ ദ മെത്തേഡ്സ് ഓഫ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഓപ്പൺ ഡോർ പോളിസി, ദെൻ പീരിയോഡിക് മീറ്റിംഗ്, സജഷൻസ് ബോക്സ് ആൻഡ് ഇൻഫോർമൽ ഗ്യാതറിങ്സ്. നെക്സ്റ്റ് ഇസ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്. ഈ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ലിമിറ്റേഷനും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷനും ഉണ്ട് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അപ്വേർഡിലെ ഒരു അഡ്വാൻറ്റേജസ് ആണ് ഇറ്റ് പ്രൊവൈഡ്സ് വാല്യുബിൾ ഫീഡ്ബാക്ക് ടു ദ മാനേജേഴ്സ്. ടു ദ മാനേജേഴ്സ് ആണ്. ദറ്റ് ഇസ് വാല്യുബിൾ ഫീഡ്ബാക്ക് ഓഫ് എംപ്ലോയീസ് ടു ദ മാനേജേഴ്സ്. എംപ്ലോയീസ് ഫീഡ്ബാക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യും വേഗം തന്നെ. ദാറ്റ് ഈസ് വൺ ഓഫ് ദി അഡ്വാൻറ്റേജ്. ദെൻ സജഷൻസ് ആൻഡ് ഇന്നോവേറ്റീവ് ഐഡിയാസ് ക്യാൻ ബി റിസീവ്ഡ്. നമുക്ക് നല്ല സജഷൻ ആണെങ്കിൽ, പുതിയ ഇന്നോവേറ്റീവ് ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ലോവർ ലെവൽ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിൽ നമുക്ക് കളക്ട് ചെയ്യാം. ഫ്രീ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, ഹാർമണി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് ഷോസ് വെൻ ടു ഷോ ദെയർ ഇമോഷൻസ് ആൻഡ് ഗ്രീവൻസസും ഇമോഷൻസ് എല്ലാം പറയാൻ വേണ്ടിയിട്ട് ഒരു അവസരമായിരിക്കും ദിസ് കൈൻഡ് ഓഫ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങളില്ലേ, ഓപ്പൺ ഡോർ, പീരിയോഡിക് മീറ്റിംഗ്, സജഷൻ ബോക്സ്, ഇൻഫോർമൽ ഗ്യാതറിംഗ്. അപ്പോൾ അതുപോലെയുള്ള ഓപ്പൺ ഡോറിലൂടെ എല്ലാ കാര്യങ്ങളും പറയാനും അവർക്ക് തുറന്ന് പറയാനൊരു അവസരമായിരിക്കും. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ടു അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. വൈൽ
There are some limitations also, like the downward communication. There will be delays and distortion. Delay ഉണ്ടാവാം, ചില കാര്യങ്ങളൊന്നും നമ്മൾ പറയാൻ മടിയായിരിക്കാം. That is destroy harmony when the workers ignore immediate supervisor. ചിലപ്പം എനിക്ക് എൻ്റെ ഒരു സൂപ്പർവൈസറിനെ പറ്റിയിട്ടൊരു കംപ്ലയിൻ്റ് ഉണ്ട്. സോ ഐ ആം ഡയറക്ട്ലി മീറ്റിംഗ് ദ മാനേജർ ആൻഡ് ടെല്ലിങ് മൈ ഗ്രീവൻസ്. ഞാൻ സൂപ്പർവൈസറിനോട് സംസാരിക്കാതെ നേരെ മാനേജറിലേക്ക് ചെല്ലുന്നു. അപ്പോൾ എന്ത് പറ്റും? ആ സൂപ്പർവൈസറിന് എന്നോടുള്ള ആ മതിപ്പ് പോകും. സോ ദർ വിൽ ബി പ്രോബ്ലംസ്. ദെൻ ഓവർലോഡിങ് ഓഫ് ഇൻഫർമേഷൻ. ചില മെസ്സേജസ് ഓവർലോഡ് ആവാനുള്ള കണ്ടീഷൻസും ഉണ്ട്. പല കാര്യങ്ങളും ജോബ് മാനേജേഴ്സ് കുറേ അറിഞ്ഞു വരുമ്പോൾ ദേ ക്യാൻ ടേക്ക് എനി ഡിസിഷൻ ഫോർ ദാറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും ഉണ്ട് ഫോർ ദി അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ 2 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ഷൻ പറഞ്ഞു, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ദ തേർഡ് ടൈപ്പ് ഇസ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. അതിന് നമ്മൾ വേറൊരു പേരും കൂടെ പറഞ്ഞായിരുന്നു, lateral communication. So if the information is passing between two persons of the same hierarchical level or in the same department or in a different department, അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഇപ്പോൾ 2 മാനേജേഴ്സ് തമ്മിൽ, 2 സൂപ്പർവൈസേഴ്സ് തമ്മിൽ, 2 വർക്കർ തമ്മിൽ, അവർ തമ്മിലുണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അവിടെ ചിലപ്പോൾ സെയിം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള 2 മാനേജേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള 2 മാനേജേഴ്സ് തമ്മിലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഹൊറിസോണ്ടൽ ഓർ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. സോ ഇറ്റ് ഇസ് എ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ദ പേഴ്സൺസ് ഓഫ് സെയിം ഹൈറാർക്കിക്കൽ ലെവൽ ഇൻ ദ സെയിം ഓർ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഇപ്പോൾ ഈക്വൽ റാങ്കിലുള്ള അല്ലെങ്കിൽ ഈക്വൽ സ്റ്റാറ്റസിലുള്ളവർ തമ്മിലുള്ളതായിരിക്കും ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. അത് നമുക്ക് വേണമെങ്കിൽ ഓറൽ ആകാം അല്ലെങ്കിൽ റിട്ടൺ ആകാം. സോ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ റിട്ടൺ ഫോംസിൽ ഉപയോഗിക്കുന്ന എന്തായിരിക്കും? മെസ്സേജസ്, മീറ്റിംഗ്, ടെലഫോൺ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് നമ്മളുടെ റിട്ടൺ ഫോംസ് ഓഫ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഇനി ഇതിനും ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. ഗുണങ്ങൾ എന്താണ്? മ്യൂച്വൽ ട്രസ്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലാണെങ്കിലും ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് തമ്മിലും. പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദ ലോവർ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഓർ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ പ്രോബ്ലംസ്, 2 ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ പ്രശ്നമുണ്ട്, അതെല്ലാം സോൾവ് ചെയ്യാൻ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ആസ് ദർ ആർ നോ സ്റ്റാറ്റസ് ബാരിയേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ഓൾസോ ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. പല ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള കോർഡിനേഷനും കോപ്പറേഷനും ഒക്കെ ഇത് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. എന്നാൽ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പോൾ 2 ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ ഒരു റൈവൽറി ഉണ്ട്, അല്ലെങ്കിൽ 2 എംപ്ലോയീസ് തമ്മിൽ റൈവൽറി ഉണ്ട്, അവർ തമ്മിൽ അടിയാണ് എങ്കിൽ ഇത് ഇന്നെഫക്റ്റീവ് ആവും. സ്റ്റാറ്റസ് ബാരിയേഴ്സ് ഇല്ല, പക്ഷേ റൈവൽറി ഉണ്ടെങ്കിൽ ഇയാൾ വർക്ക് ചെയ്യുന്ന കൂടുതലാണ്, ഇയാൾ വർക്ക് ചെയ്യുന്ന കുറവാണ്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലൊരു റൈവൽറി ക്രിയേറ്റ് ആവും. അപ്പോൾ അങ്ങനെയുള്ള 2 പേര് തമ്മിൽ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഇന്നെഫക്റ്റീവ് ആയിരിക്കും. ദെൻ ജോഗ്രഫിക്കൽ ബാരിയേഴ്സ് സംഭവിക്കും. ഇപ്പം ഒരു കമ്പനിയുടെ തന്നെ 2 ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ 2 സ്ഥലങ്ങളിലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള 2 പേര് തമ്മിൽ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ദർ ആർ geographical barriers, remote locationസിലൊക്കെ ആയിരിക്കാം. So there will be difficulties. Then specialists may have their own language of communication. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ ഓരോ രീതിയിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അവരുടെ രീതികൾ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിലെ സെയിം ലെവൽ ഓഫ് എംപ്ലോയി ആണെങ്കിൽ പോലും അറിയണമെന്നില്ല. സോ ദാറ്റ് ഈസ് എ ഡിഫിക്കൽട്ടീസ് ഓർ ദി ലിമിറ്റേഷൻസ് ഓഫ് എ lateral or horizontal communication. And the last type is ഡയഗണൽ ഓർ ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷൻ. 4ാമത്തെ ടൈപ്പാണ്. നമ്മൾ 3 ടൈപ്പ് പറഞ്ഞു, ദ ഡൗൺവേർഡ്, അപ്വേർഡ്, ദെൻ ഹൊറിസോണ്ടൽ, ആൻഡ് ദ 4th വൺ ഇസ് ഡയഗണൽ. ഇപ്പോൾ ഡയഗണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും, ക്രോസ് വൈസ് എന്നും പറഞ്ഞു. സോ ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഇൻട്രാക്ടിങ് ബിയോണ്ട് ദെയർ ഹൈറാർക്കിക്കൽ സ്റ്റാറ്റസ്. നമ്മൾ ഇൻഫോർമലിൽ പറഞ്ഞ പോലെ ഹൈറാർക്കി ഒന്നും നോക്കാതെ തന്നെ എല്ലാവരും തമ്മിലുള്ള സംസാരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബിറ്റ്വീൻ എ പ്രൊഡക്ഷൻ മാനേജർ ആൻഡ് എ സെയിൽസ്മാൻ, or between a finance manager and a cashier. ഇതെല്ലാം ഒരു ഡയഗണൽ കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, സോ ഡയഗണൽ കമ്മ്യൂണിക്കേഷനും ഇതേപോലെ തന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്താ? ഇറ്റ് വിൽ ബൂസ്റ്റ് ദ മൊറൽ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. കുറച്ചുകൂടെ കമ്മിറ്റ്മെൻറ്റ് വരും. ഇപ്പം ഒരു ഫിനാൻസ് മാനേജർ അവിടെയുള്ള ക്യാഷ്യറായിട്ട് സംസാരിക്കുന്നു. സോ വാട്ട് ഹാപ്പൻസ്? ദ ക്യാഷ്യർ വിൽ ഹാവ് എ ഗുഡ് മൊറൽ ഓർ കമ്മിറ്റ്മെൻറ്റ് ടു ദ ഫിനാൻഷ്യൽ മാനേജർ. ദെൻ കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ കൂട്ടാം. അതുപോലെ കൂടുതൽ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. These are the advantages, while the disadvantage is there is no proper procedure. എങ്ങനെ സംസാരിക്കണം, പ്രത്യേകിച്ച് പ്രൊസീജിയർ ഒന്നും ഫോളോ ചെയ്തിട്ടായിരിക്കത്തില്ല. അപ്പോൾ ചിലപ്പോൾ ഇത് ഇന്നെഫക്റ്റീവ് ആകാം. Then the supervisors may think that a subordinate has given
ഹാസ് ബീൻ ഗിവൺ അൺഡ്യൂ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഒരു ക്യാഷ്യർ ഫിനാൻസ് മാനേജറിനോട് സംസാരിക്കുമ്പോൾ ഫിനാൻസ് മാനേജറിന് ചിലപ്പോൾ തോന്നാം ഇവന് കൂടുതൽ അധികാരം കൊടുത്തുകൊണ്ടല്ലേ ഇവൻ സംസാരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു പ്രശ്നം വരും. അപ്പോൾ അയാൾ പറയുന്നതിൽ കേൾക്കാത്തൊരു സിറ്റുവേഷനും ഫേസ് ചെയ്യും. സോ ദീസ് ആർ ദ ഡിമെറിറ്റ്സ് ഓഫ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ 4 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് പറഞ്ഞത്. വാട്ട് വർ ദേ? Downward communication, upward communication with advantage, disadvantage, then horizontal communication and diagonal communication or crosswise communication. ഇനിയുള്ളത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ? മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ടൈപ്സ് ഡയറക്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനും കഴിഞ്ഞു, ചാനൽസ് ഡയറക്ഷൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. എന്തൊക്കെ രീതികളിലുണ്ട് അതിൽ ഫസ്റ്റാണ് വൺ വേ കമ്മ്യൂണിക്കേഷൻ. വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫീഡ്ബാക്ക് ഇല്ലാതെ ഒരാൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ സംസാരിക്കുന്നില്ല. ഇപ്പോൾ നമ്മളോട് ന്യൂസ് പേപ്പർ വായിക്കുന്നു, അല്ലെങ്കിൽ റേഡിയോ ടെലിവിഷനൊക്കെ കേൾക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒറ്റ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ അല്ലേ? ദെൻ സെക്കൻഡ് ഇസ് ടു വേ കമ്മ്യൂണിക്കേഷൻ. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്, നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ളതിനെ നമ്മൾ ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഇതാണ് കുറച്ചുകൂടെ ഈസിയോ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ബിക്കോസ് ദർ വിൽ ബി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദി സെൻഡർ ആൻഡ് ദ റിസീവർ. വൺ വേയിൽ ഒരാളോട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ പറ്റത്തില്ല. ലിസണിങ് സ്കില്ല് മാത്രമേ അതിൽ യൂസ് ആവുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് ദ വൺ വേ ആൻഡ് ടു വേ കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് വൺ ഈസ് ഇൻ്റർപേഴ്സണൽ ആൻഡ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻ്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ 2 ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ 2 or more പേഴ്സൺസ്, കൂടുതലുള്ള എംപ്ലോയീസും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് തമ്മിലൊക്കെ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത് അല്ലേ? ഇനി അതൊരു ടൈപ്പ്. വേറെ ഉള്ളത് ഇൻട്രാപേഴ്സണൽ. ഇൻട്രാ എന്ന് വെച്ചാൽ വിത്തിൻ എ പേഴ്സൺ. ഇപ്പം നമ്മളുടെ മനസ്സിൽ തന്നെ നമ്മൾ സംസാരിക്കാറില്ലേ? ഇപ്പം നമ്മളൊരു മൈൻഡ് ഭയങ്കര ട്രബിളിലാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ സംസാരിക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് എ ഇൻറ്റേർണൽ ഡയലോഗ് ഒക്കറിങ് വിത്തിൻ ദ മൈൻഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. നമ്മളിപ്പോൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാവുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് സംസാരിക്കാറുണ്ട്. അതിനെയാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. തേർഡ് വൺ ഇസ് പേഴ്സണൽ ആൻഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് 2 ആൾക്കാർ തമ്മിലാവാം. ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, അതാണ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. വൈൽ എ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇസ് കോൾഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ വാട്സപ്പ് ചെയ്യാം, നമ്മളുടെ എന്തെങ്കിലും ഫാമിലി മാറ്റേഴ്സ്, 1-to-1 മീറ്റിംഗ് ചെയ്യണു, അല്ലെങ്കിൽ ടെലിഫോൺ കോൾസ് ചെയ്യുന്നു, ഇതെല്ലാം അല്ലെങ്കിൽ പേഴ്സണൽ ലെറ്റേഴ്സ്, ഇതെല്ലാം പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നോട്ടീസായിട്ടോ അല്ലെങ്കിൽ ഒരു മെമ്മോ ആയിട്ടോ എല്ലാം കൊടുക്കുന്നത് നമ്മളുടെ കസ്റ്റമറുമായിട്ട് അല്ലെങ്കിൽ എംപ്ലോയീസ് ആയിട്ട് സപ്ലൈസ് ആയിട്ടൊക്കെ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, അതാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. അതർ വൺ ഇസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു ഗ്രൂപ്പിലാണെങ്കിൽ ആ ഗ്രൂപ്പിനുള്ളിലുള്ള കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ദ ഗ്രൂപ്പ് ഓർ എൻ ഓർഗനൈസേഷൻ. അത് ചിലപ്പോൾ ഓറൽ ആവാം, റിട്ടൺ ആവാം, ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം, അപ്വേർഡ് ആവാം, ഡൗൺവേർഡ് ആവാം, എന്തും അതിനെ ഇൻറ്റേർണൽ എന്ന് പറയും. എന്നാൽ ഓർഗനൈസേഷന് പുറത്തുള്ള ആൾക്കാരുമായിട്ട്, ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സായിട്ട്, സപ്ലയേഴ്സായിട്ട്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട്, ബാങ്ക് ആയിട്ട്, അത് ക്രെഡിറ്റേഴ്സ് ആയിട്ടെല്ലാം നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, അതെല്ലാം എക്സ്റ്റേർണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പം അതൊരു ഓഡിയോ വിഷ്വൽ പ്രസൻറ്റേഷൻ ആവാം, പ്രൊഡക്റ്റ് ലോഞ്ച് ആവാം, അങ്ങനെയുള്ളതിനെ നമ്മൾ എക്സ്റ്റേർണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. പിന്നെയുള്ളത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള, ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ രണ്ടോ രണ്ടിലധികം ആൾക്കാരോ ചേർന്ന് ഒരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനുള്ളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഫോർമൽ ഗ്രൂപ്പുകളായിട്ട് തന്നെ ക്വാളിറ്റി സർക്കിൾസ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരൊക്കെയാ ഗ്രൂപ്പ്. അപ്പോൾ അവരുള്ളിൽ നടക്കുന്നതാണ് നമ്മളെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ്, നമ്മളുടെ സോഷ്യൽ ഗ്രൂപ്പ്സും ഉണ്ടാവും, ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, അങ്ങനെയുള്ളവരുണ്ട്. അവരുടെ ഉള്ളിൽ നടക്കുന്നതും ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ കാണുന്നത്, വലിയൊരു ഓഡിയൻസിലേക്ക് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ. ദ സ്പീക്കർ സ്പീക്സ് ഇറ്റ്സ് മെസ്സേജ് ആൻഡ് ദ ഓഡിയൻസ് ലിസൺ. ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സും ട്രേഡ് യൂണിയൻ ലീഡേഴ്സൊക്കെ സംസാരിക്കുന്നില്ലേ, അതാണ് ഒരു പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് മാസ് കമ്മ്യൂണിക്കേഷൻ. പബ്ലിക് തന്നെയാണ്, പക്ഷേ ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ആൾക്കാരിലേക്ക്, ഒരു വലിയ ഒരു ഗ്രൂപ്പ് ആൾക്കാരിലേക്ക്. ഫോർ എക്സാമ്പിൾ നമ്മൾ റേഡിയോയിലൂടെ സംസാരിക്കുന്നത്, ടെലിവിഷനിലൂടെ, ഇൻ്റർനെറ്റിലൂടെ, ഫിലിമിലൂടെ, അതിലെല്ലാം ഒരു കുറച്ച് ആൾക്കാരല്ല, വളരെയധികം ആൾക്കാരിലേക്ക്, ഒരു മാസിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെ നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. സോ ദീസ് ഓൾവേസ് അട്രാക്ട് ദ കസ്റ്റമേഴ്സ്. നമുക്ക് ഇത് എക്സ്പെൻസീവ് ആയിരിക്കും എപ്പോഴും ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ, പക്ഷേ ഇത് നമുക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദി മേജർ types of communication: one way, two way, interpersonal and intrapersonal, personal and business, internal and external, group communication, public communication and mass communication. So
വിത്ത് ദിസ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുകയാണ്. മീൻസ് ആൻഡ് മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആ പറഞ്ഞത്. അതിലുള്ള എല്ലാ പോർഷൻസും നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദെൻ ഡയറക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ എനിക്ക് എഴുതി അയക്കണം. എഴുതി അയച്ചിരിക്കണം, ആരും മിസ് ചെയ്യരുത്. ഫുൾ ക്വസ്റ്റ്യൻസ് അയച്ചു തരിക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. താങ്ക് യു.